വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സ്നേഹം ദീർഘമായി സഹിക്കുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 13-4 സ്നേഹം ദീർഘമായി സഹിക്കുന്നു, ദയ കാണിക്കുന്നു. ഈ ഭാഗത്തിൽ അപ്പോസ്തലനായ പൗലോസ് സ്നേഹത്തിന്റെ ഗുണങ്ങൾ പട്ടികപ്പെടുത്തുകയും 15 മനോഹരമായ സ്വഭാവ സവിശേഷങ്ങൾ വിവരിക്കുകയും ചെയ്യുന്നു. അവ മനോഹരമായ ഒരു പൂന്തോട്ടത്തിലെ 15 സുഗന്ധമുള്ള പൂക്കൾ പോലെയാണ്. അവ സുഖമുള്ള സുഗന്ധം പരത്തുന്നു. ഒരു വ്യക്തിക്ക് കൃപയുടെ സ്വഭാവം നൽകുകയും അവന്റെ ജീവിതത്തെ മനോഹരമായ ഒരു സുഗന്ധമാക്കുകയും ചെയ്യുന്നത് സ്നേഹമാണ്. സ്നേഹത്തിന്റെ നിരവധി ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനം ഇതാണ്: സ്നേഹം ദീർഘമായി സഹിക്കുന്നു. സ്നേഹമുള്ളപ്പോൾ ഒരാൾക്ക് ഏത് കഷ്ടപ്പാടുകളോ പരിക്കുകളോ ക്ഷമയോടെ സഹിക്കാൻ കഴിയും. സ്നേഹമുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് തന്നെ അടിക്കുന്നവന്റെ നേരെ മറ്റേ കവിൾ തിരിക്കാനാകും. സ്നേഹം പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുന്നില്ല, അത് ക്ഷമയോടെ സഹിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. അത്തരം സഹിഷ്ണുത ബലഹീനതയല്ല, അതൊരു മാന്യവും ദിവ്യവുമായ പുണ്യമാണ്. എബ്രഹാം ലിങ്കന് സ്റ്റാൻഡൺ എന്ന ശക്തനായ ഒരു രാഷ്ട്രീയ എതിരാളി ഉണ്ടായിരുന്നു. സ്റ്റാൻഡൺ ലിങ്കനെ പരസ്യമായി പരിഹസിച്ചു. അദ്ദേഹത്തെ ഒരു താഴ്ന്ന ഹാസ്യനടൻ എന്ന് വിളിക്കുകയും ഒരു പ്രാകൃത കുരങ്ങിനോട് ഉപമിക്കുകയും ചെയ്തു. അദ്ദേഹം അദ്ദേഹത്തെ പ്രസംഗത്തിലും എഴുത്തിലും വിമർശിക്കുകയും ആക്രമിക്കുകയും ചെയ്തു. എന്നിട്ടും ലിങ്കൻ ഒരിക്കലും പ്രതികാരമായി ഒരു വാക്കുപോലും പറഞ്ഞില്ല. യുദ്ധസമയമായപ്പോൾ ലിങ്കൻ അതേ സ്റ്റാൻഡണിനെ യുദ്ധത്തിന് സെക്രട്ടറിയായി നിയമിക്കുകയും അദ്ദേഹത്തിന്റെ കഴിവുകളെ പരസ്യമായി പ്രശംസിക്കുകയും ചെയ്തു. ആ സ്നേഹപ്രവൃത്തി സ്റ്റാൻഡണിന്റെ ഹൃദയത്തെ തകർത്തു. അന്നു മുതൽ അദ്ദേഹം രാഷ്ട്രീയത്തിനും ലിങ്കണിനും വേണ്ടി പൂർണ്ണ ഹൃദയത്തോടെ പ്രവർത്തിച്ചു. ലിങ്കൺ മരിച്ചപ്പോൾ സ്റ്റാൻഡൺ കഠിനമായി കരഞ്ഞു. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പൂർണ്ണനായ മനുഷ്യ ഭരണാധികാരി ഇവിടെയുണ്ട് എന്ന് പ്രഖ്യാപിച്ചു. തീർച്ചയായും സ്നേഹം ദീർഘനേരം സഹിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. അതിന് അളക്കാനാവാത്ത ക്ഷമയും സഹനശക്തിയുമുണ്ട്. തന്നെ സ്നേഹിക്കുന്നവനെ വിവാഹം കഴിക്കാൻ ഒരു യുവതി ക്ഷമയോടെ കാത്തിരുന്നു. ത്യാഗം ചെയ്യാൻ തയ്യാറാണ്. ഭർത്താവിന്റെ ഹൃദയം തന്നിലേക്ക് തിരിയുമെന്ന് പ്രതീക്ഷിച്ച് ഒരു ഭാര്യ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ദൂരദേശത്തേക്ക് പോയ പിതാവിനെ അവന്റെ തിരിച്ചുവരവനായി കുഞ്ഞുങ്ങൾ കൊതിക്കുന്നു. സ്നേഹം ദീർഘനേരം സഹിക്കുന്നു. പ്രതീക്ഷയോടെയും ക്ഷമയോടെയും കാത്തിരിക്കാൻ അത് നമ്മെ പഠിപ്പിക്കുന്നു. യാക്കോബ് റാഹേലിനെ അഗാധമായി സ്നേഹിച്ചു. അവൾക്ക് വേണ്ടി ഒരു തൊഴിലാളിയായി സേവിക്കാൻ തയ്യാറായിരുന്നു. അവൻ 14 വർഷം തന്റെ അമ്മായിയപ്പനെ ക്ഷമയോടെ സേവിച്ചു. ബൈബിൾ പറയുന്നു, അങ്ങനെ ഇസ്രായേൽ ഒരു ഭാര്യയ്ക്ക് വേണ്ടി സേവിച്ചു. ഒരു ഭാര്യയ്ക്ക് വേണ്ടി അവൻ ആടുകളെ മേയിച്ചു. ഇത് ഹോശേയ 12-12 കാണപ്പെടുന്നു. അതുപോലെ കർത്താവ് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ മാനസാന്തരത്തിനായി ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്യുന്നു. നമുക്ക് വേണ്ടി ജീവൻ നൽകിയവന് കരുണ കുറവായിരിക്കുമോ? നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞവന് തന്റെ സ്നേഹം നിഷേധിക്കുമോ? ദൈവമക്കളെ, നമ്മുടെ കർത്താവിന്റെ അതേ സൗമ്യതയും സ്നേഹവും നമുക്കും അവകാശപ്പെടാൻ കഴിയില്ലേ? ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 2 പത്രോസ് 3-9 ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. ഇന്നത്തെ ബൈബിൾ വായന: രാവിലെ യോശുവ 16-17-18 വൈകുന്നേരം ലൂക്കോസ് 2-1 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.